അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പറയാൻ പോകുന്ന ഹദീസ് ഒരു വലിയ പാഠമുള്ള ഒരു ചരിത്ര ഭാഗമാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുത്തുനബി തങ്ങൾ പറയുന്ന ചരിത്രങ്ങൾ പലപ്പോഴും നമുക്കൊരുപാട് പാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ നമുക്കൊരുപാട് പഠിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് മുൻഗാമികളുടെ കഥകൾ, അവരിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനുമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ ഒരുപാട് പഴയകാല സംഭവങ്ങളെ മുത്തുനബി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽപ്പെട്ട ഒരു സംഭവമാണ് ബനു ഇസ്രാഈലിൽ ഉണ്ടായിട്ടുള്ള 3 പേരുടെ അവരുടെ പരീക്ഷിക്കപ്പെട്ട കഥയെക്കുറിച്ച് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഹദ്ദസഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാൻ. ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് 3 പേരുടെ കഥയാണ്. ഒന്ന് കുഷ്ഠരോഗിയായ ഒരാൾ, കഷണ്ടിയുള്ള ഒരാൾ, അന്ധനായ ഒരാൾ. ഈ 3 പേരെയും അള്ളാഹു പരീക്ഷിച്ച ഒരു രൂപമാണ് ഈ ഹദീസിൽ പറയാൻ പോകുന്ന ആകെയുള്ള ഒരു ഭാഗം. ഇന്ന സലാസത്തം ഫീ ബനി ഇസ്രാഈൽ. ബനു ഇസ്രാഈലിൽ 3 പേരുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ബനു ഇസ്രായേലിലെ 3 പേരുടെ ഒരു കഥ പറയാൻ വേണ്ടി പറയാണ്. അവർ അബ്റസായ ഒരാൾ, കുഷ്ഠരോഗമുള്ള ഒരാൾ, വ അഖറഅ കഷണ്ടിയുള്ള ഒരാൾ, മറ്റൊരാൾ, വ അഅമ അന്ധനായ ഒരാൾ. ഈ 3 പേരാണ് ഇവിടുത്തെ കഥയിലുള്ള ആളുകൾ. ബനു ഇസ്രായേലിൽപ്പെട്ട 3 പേരുടെ കഥ. ബദാലില്ലാഹി അസ്സ വജല്ല അൻ യബ്തലിയഹു. ഇവരെ പരീക്ഷിക്കാൻ അല്ലാഹു തആല തയ്യാറായി. അല്ലാഹു തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഫബഅസ ഇലൈഹിം മലക്കൻ. ഇവരിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞയക്കുകയാണ്. ആ മലക്ക് പോകുന്നത് അവരിലേക്ക് ഒരു മനുഷ്യരൂപത്തിലായിട്ട് ചെല്ലുന്നു. എന്നിട്ട് ഫഅതൽ അബ്റസ, അതിൽ ആദ്യം ചെല്ലുന്നത് ഈ കുഷ്ഠരോഗിയായ ആളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഫഖാല, ഈ മലക്ക് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വല്ല കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ തിരിച്ചു പറഞ്ഞ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ആവശ്യമായ ഒരു കാര്യത്തെ തിരിച്ചു പറഞ്ഞു. ലൗനുൻ ഹസനുൻ വജിൽദുൻ ഹസനുൻ, എനിക്ക് വേണ്ട നല്ല നിറം വേണം എനിക്ക്. വജിൽദുൻ ഹസൻ, അതിന്റെ പുറമെ എനിക്ക് നല്ല തൊലി വേണം. എങ്ങനെയുള്ള കദിറനിയന്നാസ്, ജനങ്ങൾ വെറുക്കുന്നതിൽ നിന്ന് മാറിയിട്ട് നല്ല തൊലിയുള്ള നല്ല നിറമുള്ള ഒരാളായിട്ട് ഞാൻ മാറണം, നല്ല സ്റ്റൈലനായിട്ട് ഞാൻ മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഖാല ഫമസഹഹു ഫദഹബ അൻഹു. ആ മലക്ക് അവരുടെ ശരീരത്തിലേക്കൊന്ന് തടവി. അപ്പൊ ഫദഹബ അൻഹു, അദ്ദേഹത്തിന്റെ അസുഖം കൊണ്ട് മാറി. ഫഉതിയ ലൗനൻ ഹസനൻ വജിൽദൻ ഹസനൻ, നല്ല നിറം കിട്ടി, മാത്രമല്ല നല്ല തൊലിയും അല്ലാഹു തആല നൽകി. ഫഖാല അയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമ്പാദ്യം എന്തെങ്കിലും, സമ്പത്ത് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഇബ്ലു, എനിക്ക് ഒട്ടകത്തെ ഇഷ്ടമാണ്, ഒട്ടകം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഫഉതിയ നാഖതൻ റുശറാ, അപ്പോ ആ മലക്ക് അവർക്കൊരു ഗർഭിണിയായ ഒരു ഒട്ടകത്തെ കൊടുത്തു. ഫഖാല, എന്നിട്ട് മലക്ക് ദുആ ചെയ്തു, യുബാരികു ലക ഫീഹാ, അല്ലാഹു തആല ഇതിൽ നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞു. വഅതൽ അഖറ, അങ്ങനെ നേരെ കഷണ്ടിയുള്ള ആളുടെ അടുക്കലേക്ക് ഈ മലക്ക് പോയി. എന്നിട്ട് ഫഖാല അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഈ കഷണ്ടിയുള്ള ആള് പറഞ്ഞു, ശഅറുൻ ഹസനുൻ വയദ്ഹബു അന്നി ഹാദാ ഖദ് ഖദിറനി നാസ്, എനിക്ക് വേണ്ടത് നല്ല മുടി എനിക്ക് വേണം, മാത്രല്ല ആളുകൾ ഈ വെറുക്കുന്നതിൽ നിന്ന് ഒക്കെ പോയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഖാല, റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ തുടർന്ന് പറയാണ്, ഫമസഹഹു ഫദഹബ, അദ്ദേഹത്തെ തടവി ആ മലക്ക്.
അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ അസുഖത്തെ മാറ്റിക്കളഞ്ഞു. വഉതിയ ശഅറൻ ഹസനൻ, നല്ല മുടി അല്ലാഹു തആല നൽകി. ഖാല, എന്നിട്ട് ഈ മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ട വല്ല സമ്പത്തും വല്ലതും വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ബഖറു, എനിക്ക് പശുവിനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഖാല, അപ്പോ മലക്ക് ചെയ്തത് ഫഅതാഹു ബഖറതൻ ഹാമിലൻ, ഒരു ഗർഭിണിയായ ഒരു പശുവിനെ അദ്ദേഹത്തിന് കൊടുത്തു. വഖാല, മലക്ക് പറയാണ്, യുബാരികു ലക ഫീഹാ, നിങ്ങൾക്ക് അല്ലാഹു തആല ഇതിൽ ബറക്കത്ത് നൽകട്ടെ, ആ പശുവിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞു. കൊടുത്ത സമ്പാദ്യത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ ദുആ ചെയ്തു. അങ്ങനെ ശേഷം പോകുന്നത് അന്ധനായ മനുഷ്യന്റെ അടുക്കലേക്ക് ഈ മലക്ക് പോയി. എന്നിട്ട് ഫഖാല, ആ മലക്ക് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് വല്ലതും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, അദ്ദേഹം മറുപടി പറഞ്ഞു, യറുദ്ദുല്ലാഹു ഇലയ്യ ബസരി, എനിക്ക് അല്ലാഹു തആല എൻ്റെ കാഴ്ചയെ അല്ലാഹു തിരിച്ചു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫഉബ്സുറു ബിഹിന്നാസ, എന്നിട്ട് എനിക്ക് ജനങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ കിട്ടണം എന്ന് പറഞ്ഞപ്പോ ഫമസഹഹു ഫറദ്ദല്ലാഹു ഇലൈഹി ബസറഹു, അദ്ദേഹം ഇങ്ങനെ കണ്ണിന്റെ അടുത്ത് തടവി കൊടുത്തു. മലക്ക് തടവിയപ്പോൾ അവിടുത്തെ കണ്ണിന് കാഴ്ച തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ പിന്നെ ചോദ്യം അടുത്തത്, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അൽ ഗനമു, എനിക്ക് ആവശ്യം ആടിനെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅഅതാഹു ഷാത്തൻ വാലിദൻ ഫഉൻതിജ, അവിടുന്ന് കൊടുത്തത് ഒരു ആടിനെ കൊടുത്തു. ആ ആട് പ്രസവിച്ചൊക്കെ ഉള്ള ഒരു ആടിനെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിൽ നിന്ന് അതിൽ നിന്ന് ഒരുപാട് കുട്ടികളുണ്ടായി. എല്ലാവർക്കും ഇതേപോലെ കുട്ടികളൊക്കെ ഉണ്ടായി. അതായത് എല്ലാ ഒട്ടകത്തെ കൊടുത്താൽ ഇഷ്ടംപോലെ ഒട്ടകങ്ങൾ ജനിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായി. പശുവിനെ കൊടുത്താക്കും ആടിനെ കൊടുത്താക്കും ഒക്കെ നിരവധി മുതലായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഫകാന ലിഹാദാ വാദിം മിൻ ഇബിലിൻ വലിഹാദാ വാദിം മിൻ ബഖർ വലിഹാദാ വാദിം മിൻ ഗനം. ഒരാൾക്ക് ആടിന്റെ വലിയ മലഞ്ചെരുവ് തന്നെ ഉണ്ടായി, മറ്റേയാൾക്ക് പശുവിന്റെ മലഞ്ചെരുവ് തന്നെ ഉണ്ടായി, മറ്റേയാൾക്ക് ഒട്ടകത്തിന്റെ മലഞ്ചെരുവ് ഉണ്ടായി. അങ്ങനെ സുമ്മ ഇന്നഹു അതൽ അബ്റസു ഫീ സൂറത്തിഹി വഹൈഅതിഹി. ഇനിയാണ് നമ്മളെ സംഭവത്തിലെ കഥയിലെ മറ്റൊരു വശം വരുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലാഹു തആല അടുത്ത പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടമാണ്. നമുക്കൊക്കെ അത് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു ഇതുപോലെ ഒരു സമയം നമുക്ക് ഇതുപോലെ ഒരു കയറ്റം തന്നിട്ടുണ്ടാകും. എന്നൊരു പരീക്ഷണത്തിന് വേണ്ടി റബ്ബ് നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഈ മലക്കിന് അല്ലാഹു തആല മറ്റൊരു സമയത്ത് പറഞ്ഞേക്കുകയാണ്. ആരുടെ ആദ്യം പോകുന്നത്, ഇന്നഹു അതൽ അബ്റസ, നേരെ പോകുന്നത് നേരത്തെ പോയിരുന്ന ആദ്യം പോയ കുഷ്ഠരോഗിയായ വെള്ളപ്പാണ്ട് രോഗിയായ ആളുടെ അടുക്കലേക്ക് പോവാണ്. ഫി സൂറത്തിഹി, അയാൾക്ക് അന്നുണ്ടായ അതേ രൂപമില്ലേ, ആ രൂപത്തിൽ വഹൈഅത്തി, അതേ കോലത്തിൽ പോവാണ്. അന്ന് ഇയാൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിലും രൂപത്തിലുമായിട്ട് പോയിട്ട് പറയാണ്, ഫഖാല റജുലുൻ മിസ്കീനുൻ, ഞാനൊരു മിസ്കീനായ ആളാണ് കേട്ടോ. തഖത്തഅതു ബിയൽ ഹിബാലു ഫി സഫരി ഫലാ ബലാഗൽ യൗമ ഇല്ലാ ബില്ലാഹ്. എനിക്ക് എൻ്റെ യാത്രയിലാണ് ഞാനുള്ളത്, പക്ഷെ എനിക്ക് യാത്രയിൽ എനിക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റൂല. ഇന്ന് അള്ളാനെ കൊണ്ടല്ലാതെ ഇന്നത്തെ ദിവസം എനിക്ക് യാത്ര പൂർത്തിയാക്കാൻ പറ്റൂല. സുമ്മ ബിക, പിന്നെ നിങ്ങളെയും കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അസ്അലുക ബില്ലദി അഅതാകൽ ലൗനൽ ഹസന വൽ ജിൽദൽ ഹസന, നിങ്ങൾക്ക് സുന്ദരമായ തൊലിയും സുന്ദരമായ ആരോഗ്യവും, നിങ്ങളെ കാണാൻ എന്തൊരു ചൊറുക്കുണ്ട്, ആ ചൊറുക്കുള്ള അവസ്ഥയൊക്കെ നൽകിയ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങളെനിക്ക് ഒരു ഒട്ടകത്തെ എനിക്ക് തരുമോ? എൻ്റെ യാത്ര എനിക്ക് അതുകൊണ്ട് സാധിക്കുമല്ലോ, അതുകൊണ്ട് അതിനെനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല ലഹു, ആ സമയത്ത് തിരിച്ചു മറുപടി പറയാണ്, ഈ ഒട്ടകം അല്ലാഹു തആല ഒരുപാട് നൽകപ്പെട്ട ഈ മനുഷ്യൻ തിരിച്ചു പറയാണ്, ഇന്നൽ ഹുഖൂഖ കസീറത്തുൻ, എനിക്കൊരുപാട് ബാധ്യതകൾ, എനിക്കൊരുപാട് ആവശ്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫഖാല ലഹു കഅന്നി അഅരിഫുക, അപ്പം മലക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്, കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അലം തകുൻ അബ്റസ്, നിങ്ങൾ അന്നൊരു കുഷ്ഠരോഗി ആയിരുന്നല്ലോ. യഖ്ദറുക നാസു ഫഖീറൻ,
നിങ്ങൾ ദാരിദ്ര്യമുള്ള ഒരാളായിട്ട് ജനങ്ങൾ നിങ്ങൾ വെറുക്കുന്ന ഒരാളായിട്ടല്ലേ ഉണ്ടായിരുന്നത്. ഫഅതാഖല്ലാഹു, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതല്ലേ. ഫഖാല, ആ സമയത്ത് പറയാണ്, ലഖദ് വരിത്തു ലികാബിരിൻ അൻ കാബിരിൻ, എനിക്ക് പൂർവ്വപിതാക്കന്മാരെന്നൊക്കെ പണ്ടേയുള്ള ആളുകളിൽ നിന്ന് എനിക്കിങ്ങനെ കിട്ടിയതാണ്, പാരമ്പര്യമായി കിട്ടിയതാണ് ഇതൊക്കെ. അതുകൊണ്ടൊന്നും ഇത് നമുക്ക് അങ്ങനെ അള്ളാഹ് തന്നതായിട്ടൊന്നും പറയണ്ട എന്നൊക്കെ തിരിച്ചു പറഞ്ഞപ്പോ വന്ന മലക്ക്, മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു, ഇൻകുന്ത കാദിബൻ, നീ കളവാണല്ലോ പറയുന്നത്. കളവ് പറയുകയാണെങ്കിൽ ഫസയ്യറകല്ലാഹു ഇലാ മാ കുന്ത, നീ ആ പണ്ടുണ്ടായ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങട്ടെ, അതേ അവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ ആക്കട്ടെ. അയാൾ അങ്ങനെ തന്നെ ആക്കിയെന്നാണ്. ഇനി അടുത്തത്, പണ്ട് കഷണ്ടി ആയിട്ടുണ്ടായ ഒരാളുണ്ട്. അയാൾ ആ തലയുടെ കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് മുടി കുറഞ്ഞതിന്റെ പേരിൽ പ്രയാസം കാണിച്ചൊരു മനുഷ്യനാണല്ലോ. അയാളുടെ അടുക്കലേക്ക് അതേ രൂപത്തിൽ, അയാൾ അന്നുണ്ടായിരുന്ന കോലത്തിലും രൂപത്തിലും ഈ മലക്ക് പോയി. ഫഖാല ലഹു മിത്ല മാ ഖാല ലിഹാദാ, ഈ പറയപ്പെട്ടതുപോലെ തന്നെ ഇയാളോടും പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു യാത്രക്ക് സഹായിക്കാൻ നിങ്ങളെ പശുവിനെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതേപോലെ ഫറദ്ദ അലൈഹി മിത്ല മാ റദ്ദ അലൈഹി, നേരത്തെ ഇയാൾ എന്താണോ മറുപടി പറഞ്ഞത് അതേപോലെ എനിക്ക് ഒരുപാട് ആവശ്യമൊക്കെയുണ്ട്, ഇപ്പൊ തരാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞപ്പോ തിരിച്ചു മലക്ക് അതേ വാക്ക് പറഞ്ഞു, ഇൻകുന്ത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുന്ത, നീ എങ്ങനെയാണോ മുമ്പ് ഉണ്ടായത് അതിലേക്ക് തന്നെ നീ കളവാണെങ്കിൽ ആകട്ടെ എന്ന് തിരിച്ചു പറഞ്ഞു. അയാളും അതേ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോയി എന്ന് പറയുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ കക്ഷി ഉണ്ടല്ലോ, അന്ധനായ മനുഷ്യൻ. അയാളുടെ അടുക്കലേക്ക് പോയി. അയാളുടെ അടുത്തേക്ക് പോയത് അയാളുടെ പഴയ രൂപത്തിലാണ് പോയത്. എന്നിട്ട് അയാളോട് പോയിട്ട് പറഞ്ഞു, ഫഖാല റജുലു മിസ്കീൻ, ഞാൻ ദരിദ്രനായ ഒരാളാണ്, വബിനു സബീൽ, ഞാൻ വഴിയാത്രക്കാരനും കൂടിയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ വതഖത്തഅതു ബിൽ ഹിബാലു ഫീ സഫരി, എൻ്റെ വാഹനമൊക്കെ പോയി ഞാൻ യാത്രയിലാണുള്ളത്. ഫലാ ബലാഗൽ യൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക, അല്ലാഹനെ കൊണ്ടും നിങ്ങളെ കൊണ്ടല്ലാതെ ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റൂല. അതുകൊണ്ട് അസ്അലുക ബില്ലദി റദ്ദ അലൈക ബസറക ഷാത്തൻ അതബല്ലിഗു ബിഹാ ഫീ സഫരി, നിങ്ങൾക്ക് റബ്ബ് നല്ലൊരു കാഴ്ചക്കുള്ള കണ്ണൊക്കെ റബ്ബ് നൽകിയതല്ലേ, എനിക്ക് കണ്ണിന് കാഴ്ചയൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കാഴ്ചയൊക്കെ റബ്ബ് നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾ ഒരു ആടിനെങ്കിലും എനിക്ക് തന്നാൽ എൻ്റെ യാത്ര പൂർണ്ണമാക്കാൻ പറ്റുമല്ലോ. ഫഖാല, അപ്പോ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, ഖദ് കുന്തു അഅമ, ഞാനൊരു അന്ധനായിരുന്നു മോനെ. ഫറദ്ദല്ലാഹു ബസരി, എൻ്റെ കാഴ്ച എനിക്ക് റബ്ബ് തന്നതാണ്, അള്ളാഹു തന്നതാണ്. വഫഖീറൻ, ഞാൻ ദരിദ്രനുമായിരുന്നു മോനെ. ഫഖദ് അഗ്നാനി, എന്നെ ഐശ്വര്യവാനാക്കിയതാ റബ്ബ്. ഫഖുദു മാ ശിഅത, ഇഷ്ടമുള്ളത് എടുത്തോ മോനെ. ഫവല്ലാഹി ലാ അജ്ഹദുക യൗമ ബിശൈഇൻ, ഞാൻ അതിനൊന്നും വലിയൊരു പ്രയാസം കാണിക്കൂല, അല്ലാഹുവാണ് സത്യം. അഖൽതഹു ലില്ലാ, അല്ലാഹുവിന് വേണ്ടി നീ എന്തും എടുത്തോ മോനെ. ഫഖാല അംസിക് മാലക ഫഇന്ന ബുതുലീതും, നിങ്ങളെ പൈസയും നിങ്ങളെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്ക്. മലക്ക് തിരിച്ചു പറയാണ്, ഫഇന്ന ബുതുലീതും ഫഖദ് റളിയല്ലാഹ്, ഞാൻ നിങ്ങൾ അല്ലാഹു തആല പരീക്ഷിച്ചതാണ് സഹോദര, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വസഖിത അലാ സാഹിബിക, നിങ്ങളെ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, ആ രണ്ട് കൂട്ടുകാർ അല്ലാഹു തആല ദേഷ്യം വെക്കുകയും ചെയ്തിരിക്കുകയാണ്, അല്ലാഹുക്ക് അതിൽ കോപം വരികയും ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ മഹാനായ അള്ളാഹു മലക്ക് മുഖേന അറിയിക്കുകയാണ്. ഇവിടെയാണ് നമുക്കൊരു പാഠം. ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അത് അധികമാക്കും. നിങ്ങൾ ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുമ്പോൾ നല്ലോണം അധികരിപ്പിക്കണം, അത് നിങ്ങൾക്ക് കൂടുതൽ അല്ലാഹു തആല കൂടുതലായി തരും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അള്ളാഹിന്റെ ശിക്ഷ കഠിനമാണെന്നുള്ള ബോധം നമുക്ക് വേണം. റബ്ബ് നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട് സമ്പാദ്യത്തെ, ആ സമ്പാദ്യത്തിൽ ശുക്ർ കാണിക്കാൻ നമുക്ക് കഴിയണം, ശുക്ർ നിലനിർത്താനും കഴിയണം. ശുക്റിന് അള്ളാഹുവിന് നമ്മൾ ശുക്ർ, അള്ളാഹു തന്ന നിഅ്മത്തിന് നല്ലോണം ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഇതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരിക്കലും ചെയ്തു തന്ന നന്മകളെ, നിഅ്മത്തുകളെ നമ്മൾ ഒരിക്കലും നമുക്ക് വന്ന നിഅ്മത്തുകളുടെ മുമ്പിൽ അവസാനം നമ്മൾ മറന്നു പോകരുത്. അത് നമുക്കൊരുപാട് ദാരിദ്ര്യത്തിലേക്കും പ്രയാസങ്ങളിലേക്കും അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മളെയോ നമ്മുടെ പരമ്പരകളെയോ അള്ളാഹു തആല ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ പ്രയാസത്തിലെത്തിക്കുന്ന, വിഷമത്തിലെത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. നമ്മുടെ നിഅ്മത്തുകളെ ഓർക്കാനും ശുക്ർ ചെയ്യാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹദീസ് അങ്ങനെ ഒരു ഗുണപാഠം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.